Gulf Mart Colors of Kuwait, brought to you by Gulf Mart, Shuaik, Abbasiyah, Fahil, Havalli, Salmiya, Parwania, Khaitan. in association with Shifa Al Jazeera Medical Center, Farwania, Kuwait. iBlack Home Appliances and Electronics. നമസ്കാരം. ഗൾഫ് മാർട്ട് കളേഴ്സ് ഓഫ് കുവൈറ്റിന്റെ 2012 ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുവൈറ്റിന് മലയാളികളുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ ബന്ധം പൂർവാധികം ശക്തിയോടെ തുടരുന്നുമുണ്ട്. മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വദേശികൾ നൽകുന്ന പരിഗണനയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തീർത്തും ശുഭകരമല്ലാത്ത ചില സംഭവ വികാസങ്ങൾ കുവൈറ്റിനെ പോറ്റുനാടായി കാണുന്ന ലക്ഷക്കണക്കിന് കേരളീയരിൽ ആശങ്ക ഉയർത്തുന്നതായിരുന്നു. കാണുക വീക്ക്ലി എക്സ്. ഭൂമിശാസ്ത്രപരമായി കുവൈത്തിലെ ഇതര ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും ഫർവാനിയ ഗവർണറേറ്റിലെ ജലീബ് ഷൂക്ക് അഥവാ അബ്ബാസിയ എന്ന പ്രദേശം അറിയപ്പെടുന്നത് കുവൈത്തിലെ കേരളം എന്നാണ്. ഇത്രയധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മറ്റൊരു മേഖലയും കുവൈത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മലയാളി കൂട്ടായ്മകളുടെയും ആസ്ഥാനവും പ്രധാന പ്രവർത്തന മണ്ഡലവും ഈ കൊച്ചു പ്രദേശമാണ്. മലയാള നാമം പേറുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഏറെയുള്ള അബ്ബാസിയ തെരുവോരങ്ങളിലൂടെ ഒരാവർത്തി നടന്നാൽ മതി, ഒരു കേരളീയ അന്തരീക്ഷം നമുക്ക് അനുഭവവേദ്യമാകും. എന്നാൽ നിർഭാഗ്യവശാൽ അടുത്ത കാലത്തുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് അബ്ബാസിയവാസികളുടെ ഉറക്കം കെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സംഘം ചേർന്നുണ്ടാകുന്ന അക്രമ പരമ്പരകളും തട്ടിപ്പരിശ്രമങ്ങളും കുവൈത്ത് മലയാളികളെ ഒന്നടങ്കം ഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നു? വീക്ക്ലി എക്സ് നടത്തിയ അഭിപ്രായ സർവേയിൽ രക്ഷിതാക്കളും പരിസരവാസികളും വിദ്യാർത്ഥികളും വിദ്യാലയ അധികൃതരും തങ്ങളുടെ വീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു. ട്യൂഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നേരെ പോരുന്നതിന് പകരം പലപ്പോഴും അവരുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സ്ട്രീറ്റിൽ ഒന്ന് അല്പസമയം ചെലവിടുമ്പോഴാണ് ഈ പ്രയാസം ഇപ്പോൾ ഉണ്ടാകുന്നത്. മലയാളി കുട്ടികൾ ഇവിടെ ട്യൂഷന് പോകുന്ന കുട്ടികളൊക്കെ കളിക്കുന്ന രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പലരും നമ്മളൊക്കെ പറയുന്നതാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നുള്ളത്. ഞങ്ങളല്ല അടി ഉണ്ടാക്കുന്നത്, വേറെ വല്ല ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന്മാർ വന്ന് പ്രശ്നം ഉണ്ടാവും. അപ്പം ഞങ്ങളവിടെ ഇപ്പോൾ ഉണ്ടാവും, ഞങ്ങളുടെ ഫ്രണ്ട്സ് വേറെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന്മാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങളവിടെ ഇപ്പോൾ ഉണ്ടാവും, അവന്മാർ ഞങ്ങൾ എടുത്തിട്ട് അടിക്കണം. അങ്ങനെ എടുത്ത് പാകിസ്ഥാനികളും ഈ ഒക്കെയുള്ള ചെക്കന്മാരൊക്കെ അവിടെ വന്നുകൊണ്ട് പെൺകുട്ടികളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിച്ച് നടത്തുന്ന ഒരു ആക്രമണമായിട്ട് ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല. പകരം കുഞ്ഞുങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് പല സ്ട്രീറ്റുകളിൽ കൂടി നടക്കുമ്പോൾ ഇവിടുത്തെ തദ്ദേശവാസികളായ അതേ പ്രായത്തിലുള്ള ടീനേജേഴ്സ്, കൗമാരപ്രായക്കാർക്ക് അവരുമായിട്ടുള്ള തോന്നുന്ന ചെറിയ പ്രയാസങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ അബ്ബാസിയയിലോ കുവൈറ്റിലോ മാത്രമുള്ള പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം ലണ്ടനിലൊരു വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊന്നു. കാരണം എന്താ? അമേരിക്കയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം നാട് വിട്ട് വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ പല പ്രശ്നങ്ങളുമുണ്ട്, അനുസരിക്കേണ്ടതായ പല പ്രശ്നങ്ങളുമുണ്ട്. അതിനോട് നമ്മൾ അക്കഷ്ടം ചെയ്യാതെ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി മാത്രം നിന്നിട്ട് കാര്യമില്ല. മറ്റു രാഷ്ട്രത്താണ് എന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കും നമ്മൾ നിൽക്കുക. ഞങ്ങൾ പെറ്റുവളർന്ന നാടാണ്, ഇത് ഞങ്ങളുടെ നാടാണ്, നമുക്ക് എന്തും ആവാം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഒരു അന്യരാജ്യത്ത് വന്ന് പാർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെതായ നിയമങ്ങളുണ്ട്, ഇതിൻ്റേതായ നിയമസംഹിതകളുണ്ട്, പോലീസുണ്ട്. അതിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും ഗ്രഹിച്ചുകൊണ്ടും ഈ രാജ്യത്തിൻ്റെതായ നീതിക്കും ഈ രാജ്യത്തിൻ്റെതായ ക്രമപരിപാലന പ്രക്രിയകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻപോട്ടിറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രതികരണശേഷിയുടെയും പ്രബുദ്ധതയുടെയും കാര്യത്തിൽ മേനി നടിക്കുന്ന മലയാളികൾ ഏറെയുള്ള ഒരു പ്രദേശത്താണ് ചെറിയൊരു സംഘം അക്രമങ്ങൾ അയച്ചുവിടുന്നത് എന്നത് മലയാളിക്ക് കൈമോശം വന്ന സാമൂഹ്യാവബോധത്തെയല്ലേ പ്രകടമാക്കുന്നത്? തികച്ചും സ്വാർത്ഥമായി മാത്രം ചിന്തിക്കുകയും എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ വാക്കുവൈഭവം മാത്രം പ്രകടമാക്കുകയും ചെയ്യുന്ന മലയാളിയുടെ ഉൾവലിയൽ സ്വഭാവമല്ലേ ഇത്തരം പ്രവണതകൾക്ക് വളമിട്ട് കൊടുക്കുന്നത്? ഇത് എല്ലാവരും സെൽഫിഷാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അവിടെ താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കിയിട്ട് എന്താണെന്നുള്ളതൊരു പ്രതികരണമില്ല. ഓക്കെ, ഞാനും എൻ്റെ തട്ടാനും എൻ്റെ കുട്ടികളും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് അവിടെ നടക്കുന്നത്. ആരും ആ ഒരു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നില്ല. അതവർ മുതലെടുത്തുകൊണ്ട് അവർ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിന് പ്രതികരണമില്ല. മനസ്സിലായോ? നമ്മളെ ആ ഒരു സമൂഹം അങ്ങനെ അധപ്പതിച്ചിരിക്കുകയാണ്.
പ്രതികരണശേഷി വളരെ കുറവാണ് ഇവിടെ. എൻ്റെ അഭിപ്രായത്തിലൂടെ വളരെ പ്രതികരണശേഷി എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നടന്നോട്ടെ, അതാ എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഇതാണ് നടക്കുന്നുണ്ട്. മലയാളിയുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ നിൽക്കുന്ന മറുനാട്ടിലാണ്. നമ്മൾക്ക് പ്രതികരിക്കുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ പ്രതികരിക്കുന്നവർ ഇവിടെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാൻ ആര് തയ്യാറുണ്ട്? ഇപ്പം ഒരു കേരളീയൻ, ഇപ്പം എനിക്കായിക്കോട്ടെ ഈ ബായിക്കോട്ടെ ആർക്കായിക്കോട്ടെ ഒരു സംഭവം നടക്കുന്നു, അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കേരളീയൻ ഒരിക്കലും നമ്മളോട് സഹകരിക്കുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ പേര് പ്രതികരിക്കാൻ പോകുന്ന നമ്മൾ ആരോട് പ്രതികരിക്കുന്നു? ഇവിടെ വാദിയും പ്രതിയും നമ്മൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് നേരിടുക എന്ന് പറയുന്ന ഈ രാജ്യത്ത് അത് വലിയ ഒരു പ്രശ്നമാണ്. ട്യൂഷൻ സമ്പ്രദായം ഏതെങ്കിലും വിധത്തിൽ ഈ അക്രമ പരമ്പരകൾക്ക് കാരണമായി തീരുന്നതായി വീക്കിലി എക്സ് കരുതുന്നില്ല. എങ്കിലും ഞങ്ങളോട് സംസാരിച്ച പലരുടെയും പ്രതികരണങ്ങൾ ട്യൂഷൻ സമ്പ്രദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു. എത്ര മണി മുതൽ എത്ര മണി വരെ ട്യൂഷൻ ഉണ്ടെന്ന് ഇവിടുത്തെ പേരൻസ് അന്വേഷിക്കേണ്ടതാണ്. ട്യൂഷൻ്റെ സമയം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ കൃത്യസമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ സ്വന്തം കുട്ടികൾ വീട്ടിൽ വരുന്നില്ലെങ്കിൽ ഇവരെവിടെ ആയിരുന്നു എന്ന് എത്ര പേരൻസ് ചോദിക്കുന്നുണ്ട്. കുട്ടികളെ പേരൻസിൻ്റെ അണ്ടർ കൺട്രോളിലല്ല കുട്ടികളുള്ളത്. പേരൻസിൻ്റെ ശ്രദ്ധക്കുറവായിരിക്കും. മീൻസ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ തീരെ പേരൻസിൻ്റെ കെയർ അവർക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് അവർ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയണമെങ്കിൽ പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ജോലിക്ക് പോകുന്ന പേരൻസ് ആണെങ്കിൽ മിക്കവാറും അത് കുട്ടികളെ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ സ്കൂളിട്ട് വരുന്ന സമയത്തും പോകുന്ന സമയത്തൊന്നും പേരൻസ് വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല. രക്ഷിതാക്കളുടെ അനാസ്ഥ എന്ന് പറയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യണ സ്ഥലത്ത് ഒരു പക്ഷേ അവർക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദ പേരൻസ് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദെം. നമ്മൾ വേറൊരു നാട്ടിലേക്ക് വന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് പേരൻസിന് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികളവിടെ വെച്ച് ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്വന്തം കുട്ടികളെ ട്യൂഷന് പറഞ്ഞ് വിടുമ്പോൾ വിടുന്ന സ്ഥലത്തെ പറ്റി അന്വേഷിക്കണം. എത്ര മണി വരെ ട്യൂഷൻ ഉണ്ടെന്ന് അന്വേഷിക്കണം. ആ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ കറക്റ്റ് സമയത്തിൽ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. വരുന്നില്ലെങ്കിൽ അവരെവിടെയായിരുന്നു അന്വേഷിക്കണം. ഫസ്റ്റ് നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കണം. ഇപ്പോൾ LKGയിലെ കുട്ടികൾക്ക് തന്നെ ട്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം അബ്ബാസിയിൽ നടക്കുന്നുണ്ട്. ഹയർ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്കാണെങ്കിൽ അവന് തീർച്ചയായിട്ടും നമ്മൾ ട്യൂഷൻ കൊടുക്കണം. പക്ഷേ ഇത് അവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ സ്കൂളിൽ ചേർത്തുമ്പോൾ തന്നെ ട്യൂഷൻ സെൻറ്ററിലും പോയി ചേർത്താൽ അമിതമായിട്ടുള്ള ഈ ഒരു കുട്ടികളെ എന്തെങ്കിലും ആക്കി തീർക്കണം എന്നുള്ള രക്ഷിതാക്കളുടെ ഒരു അമിത താല്പര്യം പ്രശ്നമാണ്. ഇവിടെ ഒരു തരം ബിസിനസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ട്യൂഷൻ വലിയ ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ ടീച്ചേഴ്സൊക്കെ കുറച്ചൊരു ശ്രദ്ധ അധികം കൂടുതൽ കെയർ ചെയ്യുന്നത്. എല്ലാവരും ട്യൂഷന് പോയിട്ടാണ് ബാക്കിയുള്ള ലെസനൊക്കെ കവർ ചെയ്യുന്നത്. ഒരു കുട്ടിയെ പോലും നിർബന്ധിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ വരണം, എൻ്റെ ക്ലാസ്സിൽ വരണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ക്ലാസ്സിലും കൊടുക്കാനായിട്ട് പാടില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട്. പിന്നെ ആ പരിമിതിക്കുള്ളിൽ തന്നെ ഇല്ല. അപ്പം പിന്നെ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ കുട്ടി ഏറ്റവും നന്നായി പഠിക്കണം എന്നുള്ള ചിന്താഗതിയാണല്ലോ ഓരോരോ പേരൻസിനും ഉള്ളത്. കുറച്ച് ഗ്രോണപ്പ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ മോഡ് ഓഫ് ലൈഫ് കുറച്ചും കൂടെ ഒന്ന് മാറ്റി വരുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയാലും ന്യായാന്യായങ്ങൾ ഉന്നയിച്ചാലും തല്ലുകൊള്ളുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നെഞ്ചു നീറുന്നത് അവരുടെ മാതാപിതാക്കൾക്കുമാണ്. ജന്മനാടിൻ്റെ സൗഗന്ധികങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഗൾഫിലെ 4 മുറി ചുമരിൻ്റെ തടവറയിൽ കഴിയേണ്ടി വരുന്ന നമ്മുടെ വരും തലമുറ പഠനത്തിൻ്റെ ഇടവേളകളിൽ അല്പനേരം തങ്ങളുടെ സഹപാഠികളുമായി ചിലവഴിക്കുമ്പോൾ അതൊരു പാതകമായി എങ്ങനെ കണക്കാക്കാനാവും? ഈ പ്രശ്നത്തിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ചു പോകുന്നതിന് പകരം പരിഹാരമായി എന്താണ് നമുക്ക് കണ്ടെത്താനാവുക? എംബസി ഇടപെടണം. എന്തുകൊണ്ട് എംബസിക്കാർ ഇങ്ങനെ മാറി നിൽക്കുന്നു? അവരുടെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്ന അവരുടെ ഒരു പ്രതിനിധികൾ വന്ന് ഇതിനെക്കുറിച്ച് 10 പേരുടെ ഇടയിൽ അന്വേഷിക്കുക, എന്താണ് സംഭവം, ഇങ്ങനെ നടന്നു. ദേ ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. എംബസിക്കാണെങ്കിലും നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമുക്കാണെങ്കിലും എംബസിയിൽ പോയി അവതരിപ്പിക്കുന്ന കാര്യങ്ങളും പരിമിതികളുണ്ട്. നമ്മുടെ സംഘടനകളും എംബസി മിതി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പേപ്പറിലും മറ്റും വരുമ്പോൾ നമ്മുടെ എംബസിയുടെ ഒരു പ്രതിനിധിയെങ്കിലും ആ ഒരു ലൊക്കേഷനിലേക്ക് വന്ന് എൻക്വയറി ചെയ്ത് എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുതയെന്ന് മനസ്സിലാക്കുകയും അവർക്ക് നമ്മുടെ ആൾക്കാർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയും അതൊക്കെ വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ എംബസിയുമായി ഈ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എംബസിയുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു, ബഹുമാനായ അംബാസഡർ ശ്രദ്ധയെ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ആർക്കും ചെന്ന് സംസാരിക്കുവാനായിട്ടും ബന്ധപ്പെടുവാനായിട്ടും സാധിക്കുന്ന ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഓഫീസറെ അബ്ബാസിയ പോലീസ് സ്റ്റേഷനിൽ
ഡ്യൂട്ടിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ മിനിസ്ട്രിയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിടുന്ന സമയത്ത് 14,000 കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിൽ നിന്ന് തന്നെ ഈ സ്ട്രീറ്റിലോട്ട് ഇറങ്ങുന്നത്. ഈ വഴിയോട്ട് ഇറങ്ങുമ്പോൾ ഈ തദ്ദേശവാസികളായ തദ്ദേശവാസികൾ മാത്രമെന്ന് പറയുന്നില്ല, മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരല്ലാത്ത കൗമാരപ്രായക്കാർ യുവജനങ്ങൾ വണ്ടി കൊണ്ടുവരികയും ഈ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ട് സ്കൂൾ വിടുന്ന സമയം പോലീസ് പെട്രോളിംഗ് ഇപ്പോൾ ഈ സ്ട്രീറ്റിലിട്ടിട്ടുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് എയർലൈൻസ് 5 മിനിറ്റ് വൈകി എത്തുമ്പോഴും വിമാനത്തിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് ഉപ്പ് പോരെന്നുമൊക്കെ പറഞ്ഞ് പ്ലക്കാർഡ് പിടിക്കുന്ന പ്രവാസി കൂട്ടായ്മകൾ എന്തുകൊണ്ട് ഈ പ്രശ്നത്തെ വേണ്ടത്ര ഗൗരവതരത്തിൽ ഉൾക്കൊള്ളുന്നില്ല? എല്ലാ സംഘടനകൾക്കും താൻ പോരിമ കാണിക്കാനുള്ള വേദിയാണ് അബ്ബാസിയ എന്നിരിക്കെ സംഘടനകളുടെ ഈ മൗനം ഭൂഷണമാണോ? ഇതൊന്നും ഉയർത്തിക്കാട്ടുന്നതിൽ സമൂഹം വളരെ പിന്നിലാണ്. ഇത്രയും 100-200ഓളം അസോസിയേഷനുകൾ ഇവിടെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും മലയാളികളുടെ തന്നെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങളൊക്കെ മലയാളി അസോസിയേഷനൊക്കെ വളരെ പുറകോട്ടാണ്. അസോസിയേഷനുകളുടെ ഒരു വളരെ അധികം അസോസിയേഷൻ പ്രവർത്തിക്കുന്ന സംഘടന, അതിൻ്റെ പ്രധാന പരിപാടികളൊക്കെ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അബ്ബാസിയ. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അസോസിയേഷനൊക്കെ ഇത് ഏറ്റെടുക്കണം. അവർ ലഘുലേഖകൾ വിതരണം ചെയ്ത് മറ്റ് ക്യാമ്പയിനുകൾ നടത്തി രക്ഷിതാക്കന്മാരുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരണം. ഈ കാര്യത്തിൽ അവരെ ഒരു ശ്രദ്ധ തിരിച്ചു വരുന്ന ഒരു ഉത്ബുദ്ധരാക്കേണ്ട ഒരു വലിയൊരു അത്യാവശ്യ ഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു കൂട്ടായ്മേൻ്റെ കുറവാണെന്നുള്ളതാണ് തോന്നുന്നത്. ഇതുപോലെ പൊതുവായ ഒരാവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനും അല്ലെങ്കിൽ ഒരുമിച്ച് ഇറങ്ങാനും ഒരുമിച്ച് സമയം കണ്ടെത്താനും സാധിക്കാത്ത ഒരു സാഹചര്യം ഇനി സംഘടനകളുള്ളപ്പോൾ തന്നെ നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. ഓരോ സാമൂഹ്യ സംഘടനകൾക്കും അവരിൽ നിന്ന് ഒരു 5-6 ആളുകളെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ, ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ, ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ പക്വതയോടെ അത് കൈകാര്യം ചെയ്യും എന്നുറപ്പുള്ള 5-6 പേരെ വേണമെങ്കിൽ ഓരോ സംഘടനയ്ക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സംഘടന റെക്കമെൻഡ് ചെയ്ത് വരുന്ന മെമ്പേഴ്സിനെ ചേർത്ത് നമുക്കൊരു വാച്ച് ആൻഡ് വാർഡ് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ആക്രമണത്തിനല്ല, തിരിച്ച് പ്രത്യാക്രമണം നടത്താനായിട്ടല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഇന്നാരുണ്ട്, പ്രത്യേകിച്ച് ഒരാവശ്യമുണ്ടായാൽ ഇന്ന ആളുകളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അത് തീർച്ചയായും ആശാവാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ചെന്നാലും മലയാളിയെ കാണാം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ മലയാളിയുടെ ചായക്കട കണ്ടതായി നമ്മുടെ സഞ്ചാരത്തുരയെ കളിയാക്കിക്കൊണ്ട് പലരും പറയാറുണ്ട്. കളിയാക്കുന്നവർക്ക് എന്തും പറയാം, കളിക്കുന്നവരെക്കാൾ കളി കാണുന്നവർ കാര്യം പറയുന്ന കാലമാണല്ലോ. കാലത്തിൻ്റെ അനസൂയ പ്രവാഹത്തിൽ സ്ഥാനഭ്രംശം സംഭവിച്ചില്ലെങ്കിൽ അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി വീക്കിലി എക്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.